പ്രിയ സുഹൃത്തുക്കൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദി സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ തവണ നിർത്തിയ KSRൻ്റെ തുടർ ഭാഗങ്ങളാണ്. ചാപ്റ്റർ 3ലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. അതിനു മുൻപ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഈ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമ്പോൾ തെളിയുന്ന ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി എടുക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോയും കൺസിക്യൂട്ടീവായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങൾക്കിത് കാണാനുള്ള സൗകര്യവും ഉണ്ടാകും എന്നുകൂടി ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് അക്കൗണ്ട് ടെസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അല്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഞാനൊരു ആഴ്ചയിൽ 2 വീഡിയോസാണ് റിലീസ് ചെയ്യുന്നത്. 20-22 മിനിറ്റ്സ് ഉള്ള 2 വീഡിയോസാണ് സാധാരണയായിട്ട് റിലീസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഒരാഴ്ചയിൽ നിങ്ങളൊരു 20 മിനിറ്റ് 25 മിനിറ്റ് ചെലവഴിച്ചാൽ അത് നല്ല ഹൃദിസ്ഥമാക്കാനും ഇതിലെ പോയിന്റ്സൊക്കെ നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാനും പറ്റും. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പരീക്ഷാ ഹാളിൽ ഇതിൻ്റെ ആർട്ടിക്കിളൊക്കെ തപ്പി പുസ്തകം തപ്പി സമയം കളയേണ്ടി വരില്ല. കാരണം നിങ്ങൾ അല്ലാതെ തന്നെ ഈ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്ന ഉറപ്പും എനിക്കുണ്ട്. ആ കാര്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ചാപ്റ്റർ 3 ജനറൽ കണ്ടീഷൻസ് ഓഫ് സർവീസാണ്. റൂൾ 13 ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഹെൽത്ത്. അതായത് മെഡിക്കൽ അതായത് ഒരു ഉദ്യോഗസ്ഥയിൽ നിങ്ങൾ പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളോടൊപ്പം മറ്റ് സർട്ടിഫിക്കറ്റുകളോടൊപ്പം നിങ്ങൾ ക്യാരി ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. No person is appointed to a post in government service without producing a medical certificate of health in the form prescribed in the rule. ഈ റൂളിൽ പറയുന്നത് പോലുള്ള പ്രിസ്ക്രൈബ്ഡ് ഫോമിലെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഹെൽത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. And the government may in individual cases dispense with the production of MC. പക്ഷേ ഗവൺമെൻറ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇൻസിസ്റ്റ് ചെയ്യാറില്ല. അത് പ്രത്യേക ചില സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കിനി കാണാം. It may by general orders exempt any specified class of officers from the production of MC. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ചില ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ജീവനക്കാരെയാണ് അതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നാം ഒന്നൊന്നായിട്ട് അടുത്ത ഇതിലെ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്ത മുകളിൽ പറഞ്ഞ ആ റൂളിൻ്റെ നോട്ട് 1, the certificate must ordinarily be signed by a civil medical officer not below the rank of a civil surgeon, director of indigenous medicines. ആയുർവേദത്തെയാണ് ഉദ്ദേശിക്കുന്നത്. സർട്ടിഫിക്കറ്റ് മസ്റ്റ് ബി സൈൻഡ് ഒരു സിവിൽ മെഡിക്കൽ ഓഫീസർ ഒപ്പിട്ട, അതിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസർ ആയിരിക്കണം ആ സർട്ടിഫിക്കറ്റ് ഒപ്പിടേണ്ടതെന്നും നിങ്ങൾ ഓർക്കണം. നോട്ട് 2-ൽ പറയുന്നത്, ഇഫ് എ ഡിഫക്റ്റ് ഹാസ് ബീൻ നോട്ടീസ്ഡ് ബൈ ദി മെഡിക്കൽ ഓഫീസർ ഇൻ ആൻ ഓഫീസർ, ഹി മേ നോട്ട് ബി ട്രാൻസ്ഫേർഡ് ഫ്രം ദി ഓഫീസ് ടു വിച്ച് ഹി വാസ് ഒറിജിനലി അപ്പോയിന്റഡ് അൺലെസ് ഹി പ്രൊഡ്യൂസസ് അനദർ സർട്ടിഫിക്കറ്റ് ഫ്രം ദ കോമ്പീറ്റന്റ് അതോറിറ്റി ദാറ്റ് ദ ഡിഫക്റ്റ് വിൽ നോട്ട് മെറ്റീരിയലി ഇന്റർഫിയർ വിത്ത് ദ ഡിസ്ചാർജ് ഓഫ് ഹിസ് ന്യൂ ഡ്യൂട്ടീസ്. അങ്ങനെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ജീവനക്കാരനുണ്ടെന്ന് കണ്ടാൽ അദ്ദേഹത്തെ ആ ഓഫീസിൽ നിന്ന് പുതിയ ഓഫീസിലേക്ക് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയില്ല. അൺലെസ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദി കോമ്പീറ്റന്റ് അതോറിറ്റി മസ്റ്റ് സർട്ടിഫൈ ദാറ്റ് ദ ഡിഫക്റ്റ് വിൽ നോട്ട് മെറ്റീരിയലി ഇന്റർഫിയർ. ആ ഒരു ഡിഫക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ന്യൂനത ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നിർവഹണത്തിൽ തടസ്സമാകില്ല അല്ലെങ്കിൽ മറ്റു കുഴപ്പങ്ങളില്ല എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ അത് നിങ്ങൾക്ക് ബാധകമാകുകയില്ല. അടുത്ത നോട്ട് 3, ദ ഫോളോയിങ് ക്ലാസസ് ഓഫ് ഓഫീസേഴ്സ് ആർ എക്സംപ്റ്റഡ് ഫ്രം പ്രൊഡ്യൂസിങ് MC. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ചില ഓഫീസേഴ്സിന് ചില ജീവനക്കാരെ MC മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിൽ നിന്നും
ഒഴിവാക്കിയിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. An officer recruited through a competitive examination who had to undergo medical examination in accordance with the prescribed rules. അതായത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞിട്ട് ആ പരീക്ഷ അപ്പിയർ ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മെഡിക്കൽ എക്സാമിനേഷനും ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്ന നിയമം അവരെ സംബന്ധിച്ച് പ്രസക്തമല്ല. 2, an officer other than last grade appointed in a temporary vacancy of less than 3 months duration. അതായത് ഒരു ടെമ്പററി വേക്കൻസിയിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് അല്ലാത്ത ഒരു ജീവനക്കാരനെ 3 മാസത്തേക്കാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജീവനക്കാരും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട കാര്യമില്ല. ദെൻ third one, an officer in the last grade appointed in a temporary vacancy of less than 6 months duration. ഇനി ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനെയാണ് 6 മാസത്തിൽ കുറഞ്ഞ കാലഘട്ടത്തിലേക്കാണ് ഒരു ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതെങ്കിൽ അവർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. 4, a temporary officer who has already been medically examined in one office if transferred to another office without a break in service. അതുപോലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ അയാളെ ഹു ഹാസ് ബി ഓൾറെഡി ബീൻ മെഡിക്കലി എക്സാമിൻഡ്, നേരത്തെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ ആളാണെങ്കിൽ അദ്ദേഹത്തെ ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അദ്ദേഹവും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട കാര്യമില്ല. എ റിട്ടയർഡ് ഓഫീസർ റീ എംപ്ലോയിഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിട്ടയർമെൻറ്റ്, റിട്ടയർമെൻറ്റിനോട് കൂടി തന്നെ ചിലർ റീ എംപ്ലോയ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ നിയമനം ലഭിക്കുന്നവരും ഇതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അടുത്ത നോട്ട് 4A, ദ പ്രൊഡക്ഷൻ ഓഫ് MC ഈസ് നെസസറി. അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ ഇനി ഇവിടെ വിവരിക്കുന്നത്. 1, ആൻ ഓഫീസർ ഈസ് പ്രൊമോട്ടഡ് ഫ്രം നോൺ ക്വാളിഫൈയിങ് സർവീസ് ഇൻ ലോക്കൽ ഫണ്ട് ടു എ പോസ്റ്റ് ഇൻ ഗവൺമെൻറ് സർവീസ്. ലോക്കൽ ഫണ്ടിലെ കണക്കാക്കപ്പെടാത്ത ഒരു സർവീസിൽ നിന്നാണ് ഗവൺമെൻറ് സർവീസിലേക്ക് വരുന്നത് എങ്കിൽ നിശ്ചയമായിട്ടും അദ്ദേഹം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 2, എ പേഴ്സൺ ഈസ് റീ എംപ്ലോയിഡ് ആഫ്റ്റർ റെസിഗ്നേഷൻ ഫോർ ഫീച്ചർ ഓഫ് സർവീസ്. ഒരാളിന് റീ എംപ്ലോയ്മെൻറ്റ് കിട്ടുകയാണ്, ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിന്ന് അയാൾ റിസൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ സർവീസ് ഉപേക്ഷിച്ചിട്ടോ വരികയാണെങ്കിൽ അയാൾക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. Then B, in other cases of re-employment than in 2 above, the appointing authority will decide whether MC is to be produced or not. അതായത് 2-ൽ പറഞ്ഞിരിക്കുന്ന 4A 2-ൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒഴികെ ഇൻ അതർ കേസസ് ഓഫ് റീ എംപ്ലോയ്മെൻറ്റ് അയാൾക്ക് ഒരു റീ എംപ്ലോയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ദി അപ്പോയിൻറ്റിംഗ് അതോറിറ്റി വിൽ ഡിസൈഡ് വെദർ MC ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. MC നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയിൽ നിക്ഷിപ്തമാണ്. നോട്ട് 5, ഇൻ ദ കേസ് ഓഫ് എ പേഴ്സൺ ഡിക്ലെയർഡ് അൺഫിറ്റ് ദ ഗവൺമെൻറ് ഷാൽ നോട്ട് യൂസ് ഇറ്റ്സ് ഡിസ്ക്രിഷൻ. അതായത് മെഡിക്കൽ ചെക്കപ്പിൽ അയാൾ അൺഫിറ്റ് ആണെന്ന് കണ്ടാൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ വിവേചനാധികാരം ഉപയോഗിക്കാനും അധികാരം ഉണ്ടായിരിക്കുകയില്ല. അടുത്ത റൂൾ 13A ആണ്. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു റൂളാണ്. Rule introduced with effect from 24/4/2007 for new recruits in order to join Sparkle. Sparkle join ചെയ്യാൻ എന്താ വേണ്ടത്? In order to join Spark, newly recruited officers shall produce before the competent authority form number 15 duly filled up. അതായത് ഒരു ഫോം നമ്പർ 15 ഇപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് പൂരിപ്പിച്ച് വേണം പുതുതായിട്ട് സർവീസിൽ കയറുന്ന ഒരു എംപ്ലോയി അത് കോമ്പീറ്റൻ്റ് അതോറിറ്റിയെ അത് ഫോം നൽകേണ്ടതുണ്ട്. ഓൺ പ്രൊഡ്യൂസിങ് ദ ഫോം ഡ്യൂലി ഫിൽഡ് അപ്പ് ദ ഓഫീസർ ഈസ് അലോട്ടഡ് എ പെർമനൻറ്റ് എംപ്ലോയി നമ്പർ. അപ്പോൾ മാത്രമേ ആ അധികാരി ഒരു പെർമനൻറ്റ് എംപ്ലോയി നമ്പർ പെൻ നിങ്ങൾക്കറിയാവുന്നതാണ്. ആ പെൻ എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെടുകയുള്ളൂ. അടുത്ത റൂൾ 14, ഹോൾ ടൈം ഓഫ് ആൻ ഓഫീസർ അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ദി ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ് എംപ്ലോയി എത്ര നേരമാണ് അല്ലെങ്കിൽ എത്ര കാലമാണ് ഗവൺമെൻറ് സർവീസിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇത് വിശദീകരിക്കുന്നത്.
The whole time of officer is at the disposal of the government which pays him. He may be employed in any manner required by proper authority without claim for additional remuneration. അതായത് ഒരു ജീവനക്കാരൻ്റെ മുഴുവൻ സമയവും ഗവൺമെൻറ്റിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണ് പ്രായോഗികമായിട്ട്. നമ്മളിപ്പോൾ 10 മണി മുതൽ 5 മണി വരെ ഓഫീസിലുള്ളെങ്കിലും ഏത് സമയം നിങ്ങളുടെ സർവീസ് ഗവൺമെൻറ്റിന് ആവശ്യപ്പെടാവുന്നതാണ്. ആൻഡ് അതിന് ഒരു അഡീഷണൽ റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്യാനും ഒരു ഗവൺമെൻറ് ജീവനക്കാരന് നിയമപരമായി അധികാരം ഉണ്ടായിരിക്കുകയില്ല. നോട്ട് 1. എവരി ഓഫീസർ മസ്റ്റ് അറ്റൻഡ് ദി ഓഫീസ് പങ്ക്ച്വലി. എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കൃത്യസമയത്ത് തന്നെ ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. ഫോർ എവരി 3 days ലേറ്റ് അറ്റൻഡൻസ് വിത്തൗട്ട് പെർമിഷൻ ആൻ ഓഫീസർ വിൽ ഫർഫീറ്റ് എ ഡേയ്സ് കാഷ്. For this purpose a calendar year is taken. അതായത് ഓരോ 3 ദിവസത്തെയും ലേറ്റ് അറ്റൻഡൻസ് പെർമിഷൻ ഇല്ലാതെയാണ് അവൈൽ ചെയ്തതെങ്കിൽ അതിന് 1 ദിവസത്തെ കാഷ്വൽ ലീവ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇതാണ് റൂള്. ആൻഡ് ഇഫ് ദർ ഈസ് നോ കാഷ്വൽ ലീവ് ഡിസിപ്ലിനറി ആക്ഷൻ മേ ബി ടേക്കൺ അഗൻസ്റ്റ് ദ ഓഫീസർ കൺസേൺ. ഇനി നിങ്ങളുടെ ക്രെഡിറ്റിൽ കാഷ്വൽ ലീവ് ഇല്ല എങ്കിൽ ഡിസിപ്ലിനറി ആക്ഷന് നിങ്ങൾ വിധേയമാവുകയും ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് ഓഫീസ് അറ്റൻഡൻസ് സൂക്ഷിക്കേണ്ടത് ഓരോ ജീവനക്കാരൻ്റെയും കടമയാണ്. അടുത്ത റൂൾ 14A(1) ആണ്. ആബ്സെൻസ് ഫ്രം ഡ്യൂട്ടി ഓൺ അക്കൗണ്ട് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ സ്ട്രൈക്ക്. ഒരു സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു ജീവനക്കാരനെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. When an officer unauthorizedly absents himself from duty on account of participation in strike. ഒരു സ്ട്രൈക്കിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ അൺഓതറൈസ്ഡ് ആയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അയാൾ ഹാജരാകാതിരിക്കുന്നു ഒരു ഓഫീസിലെങ്കിൽ ഇറ്റ് ഷാൽ കോസ് ഇൻ്ററപ്ഷൻ ഇൻ സർവീസ്. അത് സർവീസ് ബ്രേക്ക് ആവുകയും അത് പാസ്റ്റ് സർവീസ് നഷ്ടപ്പെടാൻ ഇടയാക്കുകയും ചെയ്യും. അൺലെസ് ഗവൺമെൻറ് ട്രീറ്റ് ഇറ്റ് ആസ് ഡൈസ് നോൺ. ഗവൺമെൻറ് അത് ഡൈസ് നോൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അയാൾക്ക് കഴിഞ്ഞ കാല സർവീസുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കും. When an officer forfeits his past service, he shall lose the benefit of all increments earned at the time of interruption. അയാൾക്ക് എല്ലാ ഇൻക്രിമെൻറ്റുകളും നഷ്ടപ്പെടാനും ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് മൂലം ഇടയാകുന്നതാണ്. Such past service shall not count for increment or leave. ആ പാസ്റ്റ് സർവീസ് ഒന്നും പിന്നെ ഇൻക്രിമെൻറ്റിനോ ലീവിനോ ഒന്നും കണക്കാക്കപ്പെടുകയും ഇല്ല. 3. When the period is treated as dice known, the officer shall lose the pay and allowances for the period and the benefit of the period being counted for leave. When the officer is when the period is treated as dice known, ആ പീരീഡിനെ ഡൈസ് നോൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? The officer shall lose the pay and allowances for the period. ആ ഡൈസ് നോൺ പീരീഡിൽ അയാൾക്ക് ശമ്പളത്തിന് അർഹത ഉണ്ടാവില്ല. ആൻഡ് ദ ബെനിഫിറ്റ് ഓഫ് ദ പീരീഡ് ബീങ് അത് ലീവിനും കൗണ്ട് ചെയ്യുകയില്ല. അതിൻ്റെ താഴെ ഒരു നോട്ട് കൂടി നമുക്ക് നോക്കാം. റെഫ്യൂസൽ ടു ഡു വർക്ക് ദോ ഫിസിക്കലി പ്രസന്റ് അറ്റ് ദി പ്ലേസ് ഓഫ് ഡ്യൂട്ടി പെൻ ഡൗൺ സ്ട്രൈക്ക് ഫോർ എക്സാമ്പിൾ വിൽ ബി ട്രീറ്റഡ് ആസ് അൺഓതറൈസ്ഡ് ആബ്സെൻസ് റിസൾട്ടിംഗ് ഇൻ ഇന്ററപ്ഷൻ ഓഫ് സർവീസ് ഡൈസ് നോൺ ആസ് ദ കേസ് മേ ബി. ഇനി ഓഫീസിൽ ഹാജരാകുന്നു, പക്ഷേ അദ്ദേഹം ഔദ്യോഗിക കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നില്ല, നിസ്സഹകരിക്കുകയാണ് എങ്കിലും ഒന്നുകിൽ അത് അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഡൈസ് നോൺ ആയിട്ടോ ഗവൺമെൻറ് തീരുമാനത്തിനനുസരിച്ച് ആ പീരീഡ് ട്രീറ്റ് ചെയ്യപ്പെടും എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഡൈസ് നോണിനെ കുറിച്ച് പ്രത്യേകമായിട്ടൊരു വിവരം നൽകാനുണ്ട്. റീ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡൈസ് നോൺ. അതായത് ഈ പറഞ്ഞ റൂൾ 14A പറഞ്ഞ ഡൈസ് നോണ് വാസ് ഡിലീറ്റഡ് ഫ്രം 3 to 1988. 1988 ഫെബ്രുവരി 3-ാം തീയതി മുതൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലായിരുന്നു. പക്ഷേ അത് വീണ്ടും 10/1/2002 മുതൽ ഇപ്പോൾ റീ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ അറിയുക. അടുത്തത് നമ്മൾ ഇത്രയും ഇന്ന് പഠിച്ച ഭാഗത്തു നിന്നുള്ള ഒരു 10 ചോദ്യോത്തരമായിട്ടാണ് ഇനി നമ്മളതിനെ നേരിടുന്നത്. അതായത് അതിൻ്റെ കാരണം PSCയിൽ മിക്കവാറും എല്ലാ അക്കൗണ്ട് ടെസ്റ്റിൻ്റെ ചോദ്യപേപ്പറിലും പ്രത്യക്ഷപ്പെടാറുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ
ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് ഹൃദിസ്ഥമാകാൻ വേണ്ടിയിട്ടാണ് ഈ 10 ചോദ്യങ്ങൾ. ആ 10 ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡൈസ് നോൺ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ. ഡൈസ് നോൺ ഏത് റൂളിലാണ് വിവരിച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഡി, റൂൾ 14A KSR പാർട്ട് 1. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. കാരണം PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഇനിയും നിശ്ചയമായും ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ പീരീഡ് ഓഫ് ഡൈസ് നോൺ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സ്ട്രൈക്ക് വിൽ നോട്ട് കൗണ്ട് ഫോർ. ദ പീരീഡ് ഓഫ് ഡൈസ് നോൺ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സ്ട്രൈക്ക്, ഒരു സമരത്തിൽ പങ്കെടുത്തുന്നതിന് നിങ്ങൾക്ക് തന്ന ഡൈസ് നോൺ പീരീഡ് എന്തിനൊക്കെ കണക്കാക്കൂല എന്നാണ് ചോദ്യം. ആൻസർ ഈസ് സി, ഏൺ ലീവ്. ഏൺ ലീവ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ഡൈസ് നോൺ പീരീഡ് മാറ്റി വെച്ചിട്ടാണ് അത് കൗണ്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അത് കൗണ്ട് ചെയ്യൂല ഏൺ ലീവിന്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3, ന്യൂ റിക്രൂട്ട്സ് ഇൻ ഗവൺമെന്റ് സർവീസ് ഷാൽ പ്രൊഡ്യൂസ് ഫോം നമ്പർ 15 ഫോർ സ്പാർക്ക് duly filled up at the time of joining duty as insisted in rule part 1 KSR. അതായത് യു ഷുഡ് പ്രൊഡ്യൂസ് എ സർട്ടിഫിക്കറ്റ് ഇൻ ഫോം 15 ഫോർ സ്പാർക്കിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോം നമ്പർ 15 പൂരിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ഇൻ പാർട്ട് 1 KSR ഏത് റൂളിലാണത് പറയുന്നതെന്നാണ്. റൂൾ ഈസ് 13A D. അടുത്ത ക്വസ്റ്റ്യൻ 4, ആസ് പെർ റൂൾ 13 നോട്ട് 3 to 5 ഓഫ് പാർട്ട് 1 KSR, a retired officer re-employed immediately after retirement is exempted from producing. അതായത് ഒരു റിട്ടയർഡ് ഓഫീസറെ ഉടൻ തന്നെ റീഎംപ്ലോയ്മെന്റിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് എങ്കിൽ അദ്ദേഹം ഹാജരാക്കേണ്ടാത്ത സർട്ടിഫിക്കറ്റ് ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. കാരണം ഒരു റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് റീഎംപ്ലോയ്മെന്റ് വരുന്നതെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 5, എ ഡേയ്സ് കാഷ്വൽ ലീവ് വിൽ ബി ഫർഫീറ്റഡ് ഫോർ ഡാഷ് ഡേയ്സ് ഓഫ് ലേറ്റ് അറ്റൻഡൻസ്. അതായത് എത്ര ദിവസത്തെ ലേറ്റ് അറ്റൻഡൻസിനാണ് ഒരു ദിവസത്തെ കാഷ്വൽ ലീവ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് എന്നാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ ഈസ് ബി, 3 ദിവസം ലേറ്റ് അറ്റൻഡൻസ് പെർമിഷൻ ഇല്ലാതെയാണ് സംഭവിച്ചെങ്കിൽ ഒരു ദിവസത്തെ കാഷ്വൽ ലീവ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. Then a dice non will be reckoned for A, increment, B, pension, C, earn leave, D, for both A and B. ഡൈസ് നോണിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പലതരത്തിൽ അത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് കൃത്യമായിട്ട് ഇതും നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുന്നത്. ഡൈസ് നോൺ വിൽ ബി റെക്കൺഡ് ഫോർ എന്തിനൊക്കെ ഡൈസ് നോൺ കണക്കാക്കും? ഒന്ന്, ഇൻക്രിമെന്റിന് കണക്കാക്കും, പെൻഷന് കണക്കാക്കൂല എന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത് ഏൺ ലീവിനാണ്. അപ്പോൾ എന്തിനൊക്കെ കണക്കാക്കും എന്നാണ് ഇവിടെ ചോദ്യവും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. സോ ഹിയർ ദി ആൻസർ ഈസ് ഡി, ഫോർ ബോത്ത് എ ആൻഡ് ബി, ഫോർ ഇൻക്രിമെന്റ് ആൻഡ് പെൻഷൻ. അടുത്തത് ഡൈസ് നോണിനെ സംബന്ധിച്ച് മറ്റൊരു ചോദ്യമാണ്. ഡൈസ് നോൺ വിൽ കൗണ്ട് ഫോർ, അത് എന്തിനെ കൗണ്ട് ചെയ്യുന്നതാണ്? ഇൻക്രിമെന്റ്, ഏൺ ലീവ്, പ്രൊബേഷൻ, നൺ ഓഫ് ദി അബോവ്. ആൻസർ ഈസ് എ, ഇൻക്രിമെന്റിന് അത് കൗണ്ട് ചെയ്യും. അടുത്തത് പ്രൊവിഷൻസ് ഓഫ് ഡൈസ് നോൺ ഇൻ KSR വിച്ച് ആർ ഡിലീറ്റഡ് ഇൻ 1988 വേർ റീഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് ഇഫക്റ്റ് ഫ്രം. ഇതും PSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 1988 ഡൈസ് നോൺ എന്ന് പറയുന്ന പ്രൊവിഷൻ വേണ്ടെന്ന് വെച്ചിരുന്നു. പക്ഷെ അത് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷമാണ് അല്ലെങ്കിൽ ഏത് ഡേറ്റിനാണ് എന്നാണ് ചോദ്യം. ആൻസർ ഈസ് 10/1/2002. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9, the production of medical certificate for appointment in government service is not necessary when an officer in service other than the last grade appointed in a temporary vacancy. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർ അപ്പോയിൻമെന്റ് ഇൻ ഗവൺമെന്റ് സർവീസ് ഈസ് നോട്ട് നെസസറി. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്നില്ല when an officer in service other than the last grade ഉദ്യോഗസ്ഥനല്ല എങ്കിൽ and if he is appointed for a duration of less than 3 months, 3 മാസം അതിൽ കുറഞ്ഞ കാല അളവിലേക്കാണ് അയാൾ അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ആവശ്യമില്ല എന്നാണ്.
അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ഡൈസ് നോൺ വിൽ കൗണ്ട് ഫോർ. ഡൈസ് നോൺ എന്തിനാ കൗണ്ട് ചെയ്യും എന്നാണ് ചോദ്യം. ഹാഫ് വേ ലീവ്, ഏൺ ലീവ്, പ്രൊബേഷൻ, നൺ ഓഫ് ദി അബവ്. ഹാഫ് വേ ലീവിന് കൗണ്ട് ചെയ്യുന്ന ഒരു പീരീഡാണ് ഡൈസ് നോൺ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് എ. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും ഇതിനെക്കുറിച്ച് ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ 10 ക്വസ്റ്റ്യൻ ഇതിൻ്റെ കൂടെ തന്നെ തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടിട്ടതാണ്. പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഒരു പുസ്തകം തുറന്ന് നോക്കാതെ തന്നെ നിങ്ങൾക്കിപ്പോൾ അതിന് ഉത്തരം എഴുതാൻ പറ്റും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം അതിന് മുൻപ് പറയട്ടെ. ഓരോ തിങ്കളാഴ്ച തോറുമായിരിക്കും ഞാൻ KSR അപ്ലോഡ് ചെയ്യുക. അടുത്ത തിങ്കളാഴ്ച ലീനാണ് എടുക്കുന്നത്. അതും വലിയൊരു വിഷയമാണ്. അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത തിങ്കളാഴ്ച ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിന് മുൻപ് ഫൈനാൻഷ്യൽ കോഡ് ഞാൻ ആരംഭിക്കുകയാണ്. അടുത്ത വ്യാഴാഴ്ച ഫൈനാൻഷ്യൽ കോഡായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ കോഡിൻ്റെ തന്നെ ചാപ്റ്റർ 6 ആണ് തുടങ്ങുന്നത്. സ്റ്റോർ പർച്ചേസ് ആണ്. അതും ഒരുപാട് പേര് ആവശ്യപ്പെട്ട അനുസരിച്ചിട്ടാണ് ഞാൻ സ്റ്റോർ പർച്ചേസ് റൂളിലേക്ക് കടക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച KSRഉം തിങ്കളാഴ്ച തോറും KSRഉം വ്യാഴാഴ്ച തോറും ഫൈനാൻഷ്യൽ കോഡുമായിരിക്കും എടുക്കുക. നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കാരണം ഇത് മുഴുവൻ ഫുൾ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇനി ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഈ എപ്പിസോഡ് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സമയമെടുത്ത് തന്നെ ഇതൊക്കെ മനസ്സിലാക്കാനും കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം എൻ്റെ നമസ്കാരം.